ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പിന്നെ നമുക്കിത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചോറ് വെച്ചിട്ടാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കണത്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ചോറ് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു മുട്ട ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഞാനതിലോട്ടൊരു 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും. ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ ഇടണ്ട. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലായിട്ട് അടിച്ചെടുക്കണം. ഇത്രയും തിക്നെസ് വേണം നമ്മളെ മാവിന്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക. പാൻ ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ആക്കി വെച്ചേക്കുന്ന മാവ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ദോശ ചുട്ടെടുക്കുന്നത്. സാധാരണ നമ്മൾ ദോശ ചുറ്റിച്ചെടുക്കണ പോലെ ഒന്നും ഇത് ചുറ്റിച്ചെടുക്കണില്ല. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാലും നമ്മളെ ദോശ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വെന്തും കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാനും ഇങ്ങനെ ചുട്ടെടുക്കാം. പിന്നെ നമുക്കിത് വെളിച്ചെണ്ണ ഇല്ലാണ്ടും ചുട്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. പിന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് തലേദിവസം ചോറൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക.